ഹായ് കൂട്ടുകാരെ, നിങ്ങളിത് കണ്ടോ? നിങ്ങൾക്കറിയാമോ ഇതെന്താണെന്ന്? ഇതാണ് ആഞ്ഞിലിപ്പഴം. കേട്ടിട്ടുണ്ടാവല്ലോ, അല്ലെങ്കിൽ ആഞ്ഞിലിച്ചക്ക. പ്ലാവിൻ്റെ ഇനത്തിൽപ്പെട്ട ഒരു വൃക്ഷമാണ് ആഞ്ഞിലി. നന്നായി അരക്കുമൊക്കെയുള്ള ഒരു വൃക്ഷമാണ്. അതിൻ്റെ പഴമാണിത്. ഇതിപ്പോൾ രാവിലെ മഴ പെയ്ത സമയത്ത് എനിക്ക് കിട്ടിയതാണ്. ഇത് നല്ലതാണ്, നല്ല ടേസ്റ്റാണ്. ഒരുപാട് ഗുണങ്ങളടങ്ങിയ, നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന ഒരുപാട് പ്രോട്ടീനും വൈറ്റമിൻസും ഒക്കെ അടങ്ങിയ ചക്ക കഴിക്കുന്നതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് നമുക്കറിയാം. അതുപോലെ തന്നെയാണ് ഇതിനും ആഞ്ഞിലിപ്പഴത്തിനും ഉള്ള ഗുണങ്ങൾ. തന്നെയല്ല, കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങളിത് കണ്ടിട്ടുണ്ടാവുമല്ലോ. ഈ മഴക്കാലത്ത് ഇത് ധാരാളം കഴിക്കുന്നത് നമുക്ക് നല്ലതാണ്. ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാകാൻ ഒന്നാന്തരമാണ്. മറ്റ് രോഗങ്ങൾ നമ്മൾക്ക് വരാതെ രോഗങ്ങളെ ചെറുക്കാൻ പറ്റുന്ന ഒരു ഉൽപ്പന്നമാണ്. അപ്പം നമുക്കറിയാം, ചക്ക കഴിച്ചാൽ നമുക്ക് ക്യാൻസർ പോലുള്ള രോഗങ്ങൾ വരാതിരിക്കാൻ സ്ഥിരമായിട്ട് കഴിക്കുന്നത് നല്ലതാണ്. ഇപ്പം ചക്കയുടെ പല വിഭവങ്ങളും നമുക്ക് അവൈലബിളാണ്. നമുക്ക് തന്നെ പല വിഭവങ്ങൾ ഉണ്ടാക്കാനും അറിയാം. അതുപോലെ തന്നെ നമുക്ക് ഈ ആഞ്ഞിലിപ്പഴം നമുക്ക് ശരീരത്തിൻ്റെ പോഷകങ്ങളെ നിലനിർത്താനും ഇമ്മ്യൂണിറ്റി പവർ നിലനിർത്താനും ഒക്കെ പറ്റിയ ഒരു ഫ്രൂട്ട്സാണ് ഇത്. നമ്മുടെയൊക്കെ നാട്ടിൽ ഇഷ്ടം പോലെ ഉള്ള ഒരു വൃക്ഷമാണ് ഈ ആഞ്ഞിലി എന്ന് പറയുന്നത്. പക്ഷെ നമുക്കിതിൻ്റെ പഴം കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നല്ല ഉയർച്ചയുള്ള മരമാണ്, നല്ല ഉയരത്തിൽ പോകുന്ന മരമാണ് ഈ ആഞ്ഞിലി എന്ന് പറയുന്നത്. ഇത് പഴയ കാലങ്ങളിലൊക്കെ ആണെങ്കിൽ, എൻ്റെ ചെറുപ്പകാലങ്ങളിലൊക്കെ അച്ഛനും ആരെങ്കിലുമൊക്കെ കൊണ്ട് ഇത് പഴുത്ത് വരാറാകുന്ന സമയത്ത് പറിച്ച് പഴുക്കാൻ വയ്ക്കും, പഴുത്തിട്ട് കഴിക്കുമായിരുന്നു. ഇപ്പം ഇതൊന്നും ആരും ശ്രദ്ധിക്കാറില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ കുരുവുണ്ട്, ഇതിനകത്തൊരു സീഡുണ്ട്. അത് നമുക്ക് നല്ലതാണ്. കഴുകി വെയിലത്ത് വെച്ച് ഉണങ്ങിയിട്ട് വറക്കണം. വറുത്തിട്ട് അതിൻ്റെ പുറമേ ഉള്ള ആവരണമുണ്ട്, തൊലിയുണ്ട്. അത് ചക്കക്കുരുവിൻ്റെ പുറമേ ഉള്ളതുപോലെ തന്നെയാണ്. അത് നമ്മൾ കളഞ്ഞിട്ട് അത് കളയുക എന്ന് പറഞ്ഞാൽ അത് മുറത്തിലോട്ടോ എന്തിലേലോ ഇട്ടിട്ട് ഒരു കുഴവിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കട്ടിയുള്ള ഒരു സാധനം കൊണ്ട് നന്നായിട്ട് ഒരസുകയോ ഇങ്ങനെ ഉരുട്ടുകയോ ചെയ്യുമ്പോൾ ഇതിൻ്റെ പുറമേ ഉള്ള ആ തൊലി അങ്ങ് നഷ്ടപ്പെട്ടു പോകും. അപ്പം നമുക്കത് പാറ്റി നന്നായിട്ട് എടുത്തിട്ട് കഴിക്കണം. നല്ല നമ്മൾ കപ്പലണ്ടി കഴിക്കാറില്ലേ, അതുമാതിരിയാണ് അതിൻ്റെ ടേസ്റ്റ്. ഭയങ്കര ടേസ്റ്റാണ്. നേരത്തെയൊക്കെ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ധാരാളമായിട്ട് പറക്കിക്കൊണ്ടുവന്ന് ഇത് കഴുകി ഉണങ്ങി വറുത്ത് ധാരാളം കഴിച്ചിട്ടുണ്ട് ഞങ്ങൾ. അപ്പം അങ്ങനെ ഒരു ശ്രേഷ്ഠമായ രുചികരമായ ഒരു ഫ്രൂട്ട്സാണ്. പിന്നെ നമുക്കിത് ഒന്ന് പൊട്ടിച്ച് കാണണ്ടേ, ഇത് നമുക്കൊന്ന് പൊട്ടിച്ച് തരണം. നിങ്ങളാരും കൊതി വെക്കല്ലേ. അപ്പോൾ അതിനു മുമ്പായിട്ട് കൂട്ടുകാരോട് എനിക്ക് ഒരു അഭ്യർത്ഥന. നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെയൊക്കെ സഹകരണമാണ് എൻ്റെ വീഡിയോയ്ക്ക് ഒരു പ്രചോദനമായ. നിങ്ങൾ കണ്ടോ, ഇതിനുള്ളിൽ ഓരോ ചുളകളായിട്ട് ഇരിക്കുന്ന കണ്ടോ? ഇത് കണ്ടോ? നമ്മൾ നോക്കാമേ. ഇത് ഇങ്ങനെ ഇങ്ങനെ എടുക്കുമ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് പഴുത്തതാണ്. അതുകൊണ്ടാണ് ഇത് ശകലിച്ച് അടർന്ന് വരുന്നത്. നിങ്ങൾ നോക്കണേ. കണ്ടോ, ഞാനിതിപ്പോൾ ഇത്രയും കുറേ ഭാഗങ്ങൾ അടർത്തിയെടുത്തതാണ്. ഇത് അതിശ്രേഷ്ഠമായ ഒരു ഫ്രൂട്ട്സാണ്. നമ്മളിത് ഇന്നത്തെ തലമുറ ഇതൊന്നും കഴിക്കാൻ കൂട്ടാക്കാറേ ഇല്ല. അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നതാണ്. ഇന്നെല്ലാവർക്കും നമുക്കറിയാം, ഫുഡ് ഈസ് ദ ബെസ്റ്റ് മെഡിസിൻ എന്നാണ് പറയുന്നത്. ഇന്നിപ്പം ഫുഡൊന്നും മെഡിസിനേ അല്ല, ഫുഡെല്ലാം പോയിസണാണ്. അപ്പോൾ ആ സമയത്ത്, അങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൽ നമുക്ക് പ്രകൃതി തന്ന ഒരു വരദാനമാണ് ഇങ്ങനെയുള്ള ഫ്രൂട്ട്സുകൾ. ഇത് എവിടെ കിട്ടിയാലും കഴിക്കണം. ഞാനിത് എവിടെ കിട്ടിയാലും കഴിക്കും. ചെറുപ്പത്തിലൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ശരീരത്തിന് നമുക്ക് ഒരുപാട് ഗുണങ്ങളുള്ളത്. നമ്മുടെ ശാരീരിക അവസ്ഥകൾക്ക് രോഗങ്ങൾ വരാതിരിക്കാൻ, പ്രതിരോധ ശക്തി നൽകാനൊക്കെ അതിഗംഭീരമായ ഒരു പ്രൊഡക്റ്റാണിത്. നമുക്കിത് ഈ ഇപ്പം പഴുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിന് കറയൊന്നുമില്ലല്ലോ. നമുക്കിങ്ങനെ ഓരോന്ന് അടർത്തിയെടുത്തിട്ട് കണ്ടോ, നല്ല
ഇതിന് കണ്ടോ ഒരു ചുളന്ന് ഞാൻ എടുത്ത് കാണിക്കാം. കണ്ടോ നിങ്ങൾ കണ്ടോ? ഇത് അതിസുന്ദരമായിട്ട്, ഇത് കണ്ടാൽ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നില്ലേ? എന്താ ഇതിൻ്റെ നല്ല ഓറഞ്ച് കളറ്, എന്താ ഭംഗിയെന്ന് നോക്കി. ഇത് ഭംഗി കണ്ടാൽ തന്നെ നമുക്ക് ഇത് കഴിക്കാൻ തോന്നും. അപ്പം നമ്മളിത് ധാരാളം കഴിക്കുന്നത് നല്ലതാണ്, എവിടെ കിട്ടിയാലും കഴിക്കുന്നത് നല്ലതാണ്. ഇപ്പോഴിതിൻ്റെ സീസണാണ്, ഈ സമയങ്ങളിലാണ് ഇത് ഒരുപാട് ഉണ്ടാകുന്നത്. ഇത് നമ്മൾ കഴിക്കണം. ഇത് എല്ലാവരും കിട്ടുന്നത് അനുസരിച്ച് കഴിക്കാൻ ശ്രമിക്കുക. ഈ അടുത്ത വീഡിയോയുമായി നമുക്ക് കാണാം. അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, താങ്ക് യു.